LDF സീറ്റ് വിഭജനം പൂർത്തിയായി. CPIM 92 സീറ്റുകളിൽ മത്സരിക്കും. CPI 27 സീറ്റിലും മത്സരിക്കും. പൂഞ്ഞാർ ഉൾപ്പെടെ ജനാധിപത്യ കേരള കോൺഗ്രസ് 4 സീറ്റുകളിൽ മത്സരിക്കും. ഈ മാസം 30-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. വിവരങ്ങളുമായി സുനിൽ ആരിമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, വിവരങ്ങൾ. രാവിലെ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു. അതിനുശേഷമാണ് 2 മണിക്ക് LDF യോഗം AKI സെന്ററിൽ ചേർന്നത്. ഈ LDF യോഗത്തിലാണ് ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന കാര്യത്തിൽ പൊതു ധാരണയിലെത്തിയത്. ചില ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ വിജയസാധ്യത കണക്കിലെടുത്തും LDFന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ചില ചർച്ചകളും വിട്ടുവീഴ്ചകളും ഒക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് LDF കൺവീനർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോഴത്തെ LDFലെ സീറ്റ് വിഭജനം അനുസരിച്ച് 92 സീറ്റുകളിൽ CPIM മത്സരിക്കും. CPI കഴിഞ്ഞ വർഷം മത്സരിച്ച 27 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. LDFിനകത്തുള്ള ഘടകകക്ഷികൾക്കുള്ള സീറ്റ് വിഭജനം ഇങ്ങനെയാണ്. കോൺഗ്രസ് എസ് 1 സീറ്റ്, അത് കണ്ണൂരാണ്. കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം 1 സീറ്റ്, അത് കടുത്തുരുത്തിയാണ് നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. NCPക്ക് 4 സീറ്റ് തന്നെയാണ്. കുട്ടനാട്, എലത്തൂർ, പാല, കോട്ടയം എന്നീ സീറ്റുകളാണ് NCPക്ക് നൽകിയിട്ടുള്ളത്. ജനതാദൾ സോഷ്യലിസ്റ്റിന് വടകര, തിരുവല്ല, കോവളം സീറ്റുകൾ നൽകിയിട്ടുണ്ട്. 5 സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ചിറ്റൂരും അതുപോലെ തന്നെ അങ്കമാലിയും ജനതാദൾ എസിനാണ് നൽകിയിട്ടുള്ളത്. CPIMന് 92 സീറ്റുകൾ. അതിനകത്ത് നിന്ന് ചില സീറ്റുകൾ ഈ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. INL സഹകരിക്കുന്ന കക്ഷികൾ INLന് 3 സീറ്റാണ്. CMBക്ക് 1 സീറ്റ്, അത് ചവറയാണ്. RSP ലെനിനിസ്റ്റ് 1 സീറ്റാണ് നൽകുന്നത്, അത് കുന്നത്തൂരാണ്. കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം 1 സീറ്റ് പത്തനാപുരത്താണ്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിന് 4 സീറ്റുകളാണ് നൽകാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരവും ചങ്ങനാശ്ശേരിയും ഇടുക്കിയും പൂഞ്ഞാറുമാണ് ഇവർക്കായി നീക്കിവെച്ചത്. സീറ്റ് ചർച്ചകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഏപ്രിൽ 5-ന് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ചർച്ച നടത്തി പൂർത്തീകരിക്കും. ഈ മാസം 30-ന് മുമ്പ് തന്നെ എല്ലാ കക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ LDF യോഗത്തിനകത്ത് ഉയർന്നു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സുനിൽ, CPI 27 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് വൈക്കം വിശ്വൻ പറഞ്ഞിട്ടുള്ളത്. 27 സീറ്റുകൾ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയാണോ? തീർച്ചയായും 27 സീറ്റുകളും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെയാണ് CPI മത്സരിക്കുന്നത്. 1 സീറ്റ് കൂടെ CPI ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് വിജയസാധ്യതയുമായി ബന്ധപ്പെട്ടും മുന്നണിയുടെ മുന്നോട്ട് പോക്കും അതുപോലെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ഈ LDFന് കാരണം വിജയം ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 27 സീറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് CPI അവസാനം LDF യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം അവരുടെ യോഗത്തിനകത്ത് നടക്കുന്നുണ്ട്. അത് വരും ദിവസം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളതെന്നും നേതാക്കൾ തന്നെ LDF യോഗത്തിന് ശേഷം പുറത്തു വരുമ്പോൾ നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനകത്ത് CPMന്റെ കൈവശം വരുന്ന സീറ്റുകളിൽ നിന്ന് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അത് വൈക്കം വിശ്വൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഹാരി, സുനിൽ, പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വാർത്ത. ഇപ്പോൾ PC ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം പറഞ്ഞതാണ്. ഒരു വാക്കും ഇത് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് LDF CPMൽ ഏതോ ഒരു വിഭാഗം എന്നെ ചതിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ച ചെയ്ത് നിങ്ങൾ തീരുമാനിച്ചു. ഇനി ചോദിക്കണ്ടേ, ചോദിക്കുന്ന ഉത്തരം പറയുന്നില്ലെന്ന് നിങ്ങൾ പറയും. പിന്നെ ഞാനൊരു വിറക് വെട്ടി വെള്ളം കോരിയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇല്ല, ദൈവത്തോർത്ത് എന്നോട് പിണങ്ങരുത്. PC ജോർജ്
കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. സുനിലേക്ക് തന്നെ മടങ്ങി വരും. ഒരുപക്ഷെ വൈക്കം വിശ്വന് വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയർന്നതും PC ജോർജിൻ്റെ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തത് എന്തുകൊണ്ട്, ഒപ്പം അദ്ദേഹത്തിനുള്ള സമീപനം LDF-ന്റെ എന്തായിരിക്കും എന്നിവ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്തായിരുന്നു വൈക്കം വിശ്വന്റെ നിലപാട്? ഹരി, ഈ LDF കൺവീനർ വൈക്കം വിശ്വന്റെ വാർത്താ സമ്മേളനത്തിൽ നിരവധി ചോദ്യങ്ങളാണ് PC ജോർജിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഇതിനകത്ത് വൈക്കം വിശ്വൻ വളരെ വ്യക്തമായി തന്നെയാണ് മറുപടി നൽകിയത്. PC ജോർജിന് സീറ്റ് നൽകും എന്ന വാഗ്ദാനം LDF നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിന് മറുപടിയായി വൈക്കം വിശ്വൻ പറഞ്ഞത് അത്തരത്തിൽ ആർക്കും ഒരു വാഗ്ദാനമൊന്നും നൽകിയിട്ടില്ല. പല കക്ഷികളും CPM-നൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത് സീറ്റ് മോഹിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് തുടർന്നും അത്തരത്തിലുള്ള സഹകരണവുമായി LDF-മായി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള തന്നെയാണ് വൈക്കം വിശ്വൻ വ്യക്തമാക്കിയത്. LDF-നോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് സീറ്റ് എന്നുള്ള മാനദണ്ഡം ഒന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ല. അത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് ആ സീറ്റിൻ്റെ കാര്യത്തിൽ മറ്റ് തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സീറ്റ് കൊടുക്കരുത് എന്നുള്ള തരത്തിൽ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യം വന്നോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനും വൈക്കം വിശ്വൻ പറഞ്ഞത് കൃത്യമായ സീറ്റ് തന്നെയാണ്. PC ജോർജിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ശബ്ദ നാളെ എന്നോട് ഒരു കാര്യം ചോദിക്കരുത്, നാളെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചില്ല. അതൊക്കെ നാളെ പറയുന്നത് നല്ല വർത്താനം പശ്ചാത്തലത്തിലല്ലേ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കും, ശരിയാണോ? നിങ്ങൾ തന്നെ പറഞ്ഞില്ല എനിക്കത് കമന്റ് കൊടുണ്ടേ. നിങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യാവോ? ഒരു സാമാന്യ നീതി എന്നോട് കാണിക്കുക. നിങ്ങളായിട്ട് പിണങ്ങാൻ കഴിയാത്തോണ്ട് ഇതൊക്കെ പറയും. നിങ്ങൾ സമ്മതിക്കല്ലേ, പിന്നെ എന്ത് ചെയ്യും? ഇതേ PC ഒരു വഴക്കുണ്ടാക്കിയെന്ന് പറയും. മര്യാദയാണോ? പറ. അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ മാറുള്ളൂ? അല്ല, പറ്റില്ല. സുനിൽ, PC ജോർജിന് മാത്രമല്ല JSS ഗൗരിയമ്മ വിഭാഗത്തിനും സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള നിലയിലേക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴും വൈക്കം വിശ്വൻ പറഞ്ഞത് LDF-നോട് സഹകരിക്കുന്നവർക്കൊക്കെ സീറ്റ് നൽകണം എന്നില്ല, അതല്ല മാനദണ്ഡം, സഹകരണമാണ്, രാഷ്ട്രീയ നിലപാടാണ് മാനദണ്ഡം. ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് വൈക്കം വിശ്വൻ പ്രധാനമായി എടുത്തു പറഞ്ഞത്? ഹരി, പ്രധാനമായിട്ട് വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. സഹകരിച്ച് പോകുന്ന കക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സീറ്റ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും LDF സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് വിജയസാധ്യത, അതുപോലെ തന്നെ പ്രാദേശിക ഘടകങ്ങളുടെയൊക്കെ ചർച്ച അനുസരിച്ചുള്ള കാര്യങ്ങളിലാണ് തീരുമാനമെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. JSS-ന് സീറ്റ് നൽകിയിട്ടില്ല. അതുപോലെ തന്നെയാണ് പൂഞ്ഞാറ് ആണ് സീറ്റ് നൽകുമെന്നുള്ള തരത്തിൽ പ്രചരണം വന്നത് എന്നാണ് വൈക്കം വിശ്വൻ പറഞ്ഞത് PC ജോർജിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഒരു സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ സീറ്റ് കൊടുത്താലേ സഹകരിക്കൂ എന്നുള്ള തരത്തിലാണോ കാര്യങ്ങൾ എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി LDF കൺവീനർ ചോദിച്ചത്. കാരണം സീറ്റ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സഹകരിച്ചു പോകുന്നവർക്ക് അതനുസരിച്ച് LDF-മായി സഹകരിച്ച് പോകാം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും ഈ തരത്തിൽ വിവാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയമൊന്നും പല കോണുകളിൽ നിന്ന് വന്നോ എന്നുള്ള ചോദ്യത്തിലേക്കൊന്നും തന്നെ LDF കൺവീനർ മറുപടി പറഞ്ഞിട്ടില്ല. അതിനകത്ത് വ്യക്തമായി തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: സീറ്റിൻ്റെ കാര്യത്തിൽ LDF-നകത്ത് ചർച്ച നടത്തി തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അത് വിജയസാധ്യതയും മറ്റ് ഘടകകക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച ശേഷമുള്ള ഒരു തീരുമാനം, ഒത്തൊരുമിച്ചുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്ന് പുറത്തു വന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നതെന്നാണ് കൺവീനർ പറഞ്ഞത്. സെക്യുലർ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സെക്യുലർ നേരത്തെ പറഞ്ഞതനുസരിച്ച് 2 സീറ്റ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് CPM-ൻ്റെ ഒരു സീറ്റാണ്. അത് വിജയസാധ്യത കണക്കിലെടുത്ത് തന്നെ ആ സീറ്റ് നൽകാനാവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മറ്റേതെങ്കിലും സീറ്റ് നൽകാനാകുമോ എന്നുള്ളൊരു തരത്തിൽ ചർച്ച വന്നിരുന്നു. പക്ഷേ അക്കാര്യങ്ങളൊന്നും തന്നെ വീണ്ടും ഇന്ന് ഉഭയകക്ഷി ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ആവശ്യം വന്നത്. അതിനുശേഷം LDF യോഗം ചേർന്നപ്പോൾ അവർ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല. അവർക്ക് നൽകുന്ന ആ സീറ്റ്, ഒരു സീറ്റ് എന്നുള്ള കാര്യത്തിൽ അവർ LDF തീരുമാനത്തിനോട് യോജിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് കണ്ടത്. കണ്ണൂർ സീറ്റിനോ ആണ് കോൺഗ്രസ്
ഇതിനകത്ത് വന്നിട്ടുള്ളത്. ജനതാദളും അവർ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെയാണ് വന്നത്. ഇതിനകത്ത് NCP കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെയാണ് അവർ മത്സരിക്കുന്നത്. CPI നേരത്തെ ഞാൻ സൂചിപ്പിച്ചാലും ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചിരുന്നു. പക്ഷേ അതും ഇത്തരത്തിലുള്ള വിജയസാധ്യത തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ ഒരു നിലപാടും അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനം പൊതുവായി എല്ലാവരുമായി ചർച്ച ചെയ്ത് തന്നെയാണ് LDF-നകത്ത് എടുത്തത്. അതിൻ്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു അല്പം മുമ്പ് വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചു. LDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. CPIM 92 സീറ്റുകളിലും CPI 27 സീറ്റുകളിലും മത്സരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു സുനിൽ അരുമാനോ. കുട്ടനാട് പൂഞ്ഞാർ സീറ്റുകൾ കേരള കോൺഗ്രസിന്റെ ചങ്കും കരളുമാണെന്ന് KM മാണി. 2 സീറ്റും കോൺഗ്രസിന് കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും മാണി പറഞ്ഞു. ഒരു സീറ്റ് കൂടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും മാണി വ്യക്തമാക്കി. UDF-ൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മിനിമം ഒരു സീറ്റെങ്കിലും കൂടുതൽ സീറ്റ് കേരള കോൺഗ്രസിന് വേണം എന്നുള്ള നിലപാട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 3 സീറ്റെങ്കിലും ഞങ്ങൾ വേണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ നിലപാട്. പക്ഷേ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു അവസാന തീരുമാനത്തിലേക്ക് കടന്നു. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലും കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി കിട്ടുവാനുള്ള അവകാശമുണ്ട്. പൂഞ്ഞാറും കുട്ടനാട് അങ്ങനെ കൊടുക്കാനായിട്ട് നോക്കുമോ? അത് കേരള കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റുകളും പരമ്പരാഗതമായി കേരള കോൺഗ്രസ് കൈവശം വച്ചിരിക്കുന്ന സീറ്റുകളാണ്. ചുമ്മാ നമ്മളൊരു ആവശ്യം എന്ന് പറഞ്ഞ് നോക്കുമോ? കേരള കോൺഗ്രസിനെ ചങ്കും കരളും എടുത്തു തരണം എന്ന് പറഞ്ഞവരും കൊടുക്കുമോ? ആലപ്പുഴയിൽ ഒരു കർഷകൻ കൂടി ജീവനൊടുക്കി. ചേർത്തല ചാവശ്ശേരി സ്വദേശി ഗണേശനാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. റിപ്പർ മോഡൽ കൊലപാതക കേസുകളിലെ പ്രതി അറസ്റ്റിലായി. 9 പേരെ കൊന്ന തേവര സ്വദേശി കുഞ്ഞുമോൻ എന്ന സേവ്യറാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. 2007 മുതൽ ഈ മാസം 9 വരെ നടന്ന 9 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയിലായത്. ഈ മാസം ആദ്യം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് ഉണ്ണി എന്ന യുവാവിനെ രാത്രി കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി വലയിലായത്. രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറാറുള്ള കുഞ്ഞുമോൻ സിനിമ പൂർത്തിയാകും മുമ്പേ പുറത്തിറങ്ങി കടത്തിണ്ണകളിലും മറ്റും ഉറങ്ങുന്നവരിൽ നിന്ന് മോഷണം നടത്തും. നിലവിളിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെ തന്ത്രപൂർവ്വം ഭാരം കൂടിയ കല്ലുപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ് പതിവ്. ശാസ്ത്രീയമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് DCP ഡോക്ടർ അരുൾ RB കൃഷ്ണ പറഞ്ഞു. വളരെ ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൾ. ബ്രേക്ക് ചെയ്യാനായിട്ട് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ആളെ കുറച്ചും കൂടെ ഈ കാര്യങ്ങൾ പറയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടെ സഹായം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 9 കേസ് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ തന്നെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ അന്യ ജില്ലകളിൽ കൂടി ഉള്ള സാധ്യത നമ്മൾ ഡിറ്റക്ഷൻ ആവുമെന്നുള്ള സാധ്യതയും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സമ്പന്നരെ കൊലപ്പെടുത്തിയാൽ കുടുങ്ങുമെന്ന് ധാരണയുള്ളതിനാലാണ് ആക്രിക്കച്ചവടക്കാരെയും മറ്റും ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെങ്കിലും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സമാന കേസുകൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രതിക്കെതിരെ കൂടുതൽ കേസുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ ഭൂമി കൈമാറ്റത്തിൽ സർക്കാരിനെ വിമർശിച്ച് ചീഫ് സെക്രട്ടറി PK മൊഹന്തി രംഗത്ത്. ഭൂമി കൈമാറ്റത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മന്ത്രിമാർക്കാണെന്നും ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങളുമായി സജേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സജേഷ്, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ചീഫ് സെക്രട്ടറി ഇത്ര രൂക്ഷമായി സർക്കാരിനെ വിമർശിച്ചത്. ഭൂമി കൈമാറ്റത്തിൽ മന്ത്രിമാർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. ഇതിൻ്റെ ഉത്തരവാദിത്തം തങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മേൽ കെട്ടിവെക്കേണ്ടതില്ല എന്ന ശക്തമായ താക്കീത് കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ ഹരി, തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുഖാമുഖം പരിപാടിയിലായിരുന്നു ചീഫ് സെക്രട്ടറി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഭൂമി കൈമാറ്റം എന്ന വാക്കല്ല ഉപയോഗിച്ചത്, മറിച്ച് സമീപകാലത്ത് മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ഉണ്ടായത് വലിയ വിവാദമായിരുന്നു. ഈ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ചീഫ് സെക്രട്ടറി ഇതിൽ 100% ഉത്തരവാദിത്തം മന്ത്രിസഭയ്ക്കാണെന്ന് എടുത്തു പറഞ്ഞത്. ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ മിനിറ്റ്സ് എഴുതുന്ന ജോലിയാണ് നിർവഹിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചാൽ മാത്രമാണ് ചീഫ് സെക്രട്ടറി മറുപടി പറയേണ്ടത്. നിലവിലുണ്ടായിട്ടുള്ള വിവാദ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് കരുണ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലായാലും മെത്രാൻ കായലിൻ്റെ കാര്യത്തിലായാലും എല്ലാം അക്കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം മന്ത്രിസഭയ്ക്കാണ്. തിരുത്തൽ വരുത്തിയത് ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ്. എന്നാൽ ആ വിമർശനങ്ങൾ ഉയർന്നതിന് കാരണക്കാർ ബ്യൂറോക്രസി അല്ല, മറിച്ച് മന്ത്രിസഭാ തീരുമാനങ്ങളാണ് വന്നത്. 100% ഉത്തരവാദിത്വം മന്ത്രിസഭയ്ക്കാണെന്നാണ് ചീഫ് സെക്രട്ടറി മുഖാമുഖത്തിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ
ചീഫ് ഇലക്ടറൽ ഓഫീസർ EK മാജിക്ക് നേരെയും വലിയ വിമർശനം ചീഫ് സെക്രട്ടറി ഉന്നയിച്ചു. മാജി ജോലിയിൽ പുതുതായി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ചട്ടങ്ങളെക്കുറിച്ച് വളരെ നാരോ ആയിട്ടുള്ള വീക്ഷണമാണ് മാജിക്കുള്ളത്. അത് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹാരി, ആലപ്പുഴയിൽ ഒരു കർഷകൻ കൂടി ജീവനൊടുക്കി. ചേർത്തല ചാവശ്ശേരി സ്വദേശി ഗണേശനാണ് മരിച്ചത്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. ഷാജി, വിവരങ്ങൾ. ഹരി, വിദ്യാഭ്യാസ വായ്പയും അതോടെ കാർഷിക വായ്പയും എടുത്ത ഒരു ആണ് മനംനൊന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഗണേശൻ 49 വയസ്സാണ്. ചേർത്തല സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇദ്ദേഹം വീടിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ചത്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വായ്പയും കാർഷിക വായ്പയും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള തുക വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജപ്തി നടപടികളും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികളൊക്കെ തന്നെ ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോട്ടീസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ഇതിൽ മനംനൊന്തുകൊണ്ടാണ് ഈ കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഹരി, ശരി ഷാജഹാൻ. മറ്റു വാർത്തയിലേക്ക്. റിപ്പർ മോഡൽ കൊലപാതക കേസുകളിലെ പ്രതി അറസ്റ്റിൽ. 9 പേരെ കൊന്ന തേവര സ്വദേശി കുഞ്ഞുമോൻ എന്ന സേവ്യറാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. 2007 മുതൽ ഈ മാസം 9 വരെ നടന്ന 9 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയിലായത്. ഈ മാസം ആദ്യം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് ഉണ്ണി എന്ന യുവാവിനെ രാത്രി കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി വലയിലായത്. രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറാറുള്ള കുഞ്ഞുമോൻ സിനിമ പൂർത്തിയാകും മുമ്പേ പുറത്തിറങ്ങി കടത്തിണ്ണകളിലും മറ്റും ഉറങ്ങുന്നവരിൽ നിന്ന് മോഷണം നടത്തും. നിലവിളിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെ തന്ത്രപൂർവ്വം ഭാരം കൂടിയ കല്ലുപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ് പതിവ്. ശാസ്ത്രീയമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് DCP ഡോക്ടർ അരുൾ RB കൃഷ്ണ പറഞ്ഞു. വളരെ ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആള്. ബ്രേക്ക് ചെയ്യാനായിട്ട് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ആളെ കുറച്ചും കൂടെ ഈ കാര്യങ്ങൾ പറയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടെ സഹായം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 9 കേസ് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ തന്നെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ അന്യ ജില്ലകളിൽ കൂടി ഉള്ള സാധ്യത നമ്മൾ ഡിറ്റക്ഷൻ ആവുമെന്നുള്ള സാധ്യതയും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സമ്പന്നരെ കൊലപ്പെടുത്തിയാൽ കുടുങ്ങുമെന്ന് ധാരണയുള്ളതിനാലാണ് ആക്രിക്കച്ചവടക്കാരെയും മറ്റും ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെങ്കിലും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സമാന കേസുകൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രതിക്കെതിരെ കൂടുതൽ കേസുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജാമ്യം അനുവദിച്ചു. 9 മലയാളികൾ അടക്കമുള്ള 27 പേർക്കാണ് മിയാപൂർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസമാണ് VC ഡോക്ടർ അപ്പറാവുവിനെതിരെ പ്രതിഷേധിച്ചതിന് ഇവരെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി മനു ശങ്കർ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, വിശദാംശങ്ങൾ. ഹാരി, ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത 2 അധ്യാപകർക്കും 25 വിദ്യാർത്ഥികൾക്കും മിയാപൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 5000 രൂപ ജാമ്യത്തുകയിലും ആഴ്ചയിൽ ഒരിക്കൽ പോലീസ് മുമ്പാകെ ഹാജരാകണമെന്ന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് തെലങ്കാന സർക്കാർ അഭിഭാഷകൻ എതിർത്തില്ലെന്ന കാര്യവും ശ്രദ്ധേയമായി. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ അടക്കമുള്ളവർ ഇന്ന് വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദേശ സർവകലാശാല വിദ്യാർത്ഥികളും സമരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രോഹിത് വെമുലയുടെ മരണത്തിന് ഉത്തരവാദിയെ VC പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 9 മലയാളികൾ അടങ്ങിയ 27 വിദ്യാർത്ഥികളും പ്രതിഷേധം ഉയർത്തിയേറി. ഇവരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിഷേധം ശക്തമാവുകയാണ്. നിലവിൽ VCയെ പുറത്താക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്.